നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 മാർച്ച് 17 തിങ്കളാഴ്ച, അതായത് കൊല്ലവർഷം 1200 ആണ്ട് മീനമാസം 3 കൃഷ്ണപക്ഷ തൃതീയയും ചിത്തിര നക്ഷത്രവും വരുന്ന ദിവസം പകൽ 6:34 AM സൂര്യോദയവും 6:32 PM സൂര്യാസ്തമനവും ചന്ദ്രോദയം 8:58 PM രാഹുകാലം 8:04 AM മുതൽ 9:33 AM വരെയും ഗുളികകാലം 2:03 മുതൽ 3:32 PM വരെയും യമകണ്ഠകാലം 11:03 മുതൽ 12:33 വരെയും ആണ്. അഭിജിത്ത് മുഹൂർത്തമാകട്ടെ 12:09 മുതൽ 12:31 വരെയും 12:35 മുതൽ 12:57 വരെയും ആണ്. ചന്ദ്രാഷ്ടമം മീനം രാശിക്ക്. ഈ ദിവസത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തിങ്കളാഴ്ച ആയതുകൊണ്ടും വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ 12 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന കോടിയർച്ചനയും വടക്കുപുറത്തുപാട്ടും, അതിൻ്റെ വടക്കുപുറത്തുപാട്ടിൻ്റെ ഭാഗമായി ചിത്തിര നക്ഷത്രത്തിൽ കോടിയർച്ചന ആരംഭിക്കുന്നു. അത് 17/3/2025 ആരംഭിച്ച് 12/4/2025 അത്തം നക്ഷത്രത്തിലാണ് അവസാനിക്കുന്നത്. എന്തായാലും ഈ അർച്ചന തുടങ്ങുന്ന ദിവസം എല്ലാവരും വൈക്കത്തപ്പനെയും വടക്കുപുറത്ത് ദേവിയെയാണ് വയ്ക്കുന്നത്. കൊടുങ്ങല്ലൂരമ്മയുടെ സാന്നിധ്യമാണ്. അപ്പം അമ്മയുടെ അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഭദ്രകാളി അമ്മയാണ് വരയ്ക്കുന്നത്. അത് കോടിയർച്ചന കഴിഞ്ഞിട്ട് വടക്കുപുറത്ത് പാട്ടിന് അമ്മയുടെ കളം വരയ്ക്കും. അതാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ അർച്ചനയാണ് നടക്കുന്നത്. അപ്പോൾ ആ അർച്ചനയ്ക്ക് മഹാദേവൻ്റെയും അമ്മയുടെയും അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രാശിചക്രത്തിലേക്ക് കടക്കാം. സൂര്യൻ മീനൻ രാശിയിലും ചന്ദ്രൻ തുലാം രാശിയിലും കുജൻ മിഥുനത്തിലും ബുധൻ മീനത്തിലും ഗുരു ഇടവത്തിലും ശുക്രൻ മീനത്തിലും മന്ദൻ കുംഭത്തിലും സർപ്പി മീനത്തിലും കേതു കന്നിയിലുമായി ഗ്രഹങ്ങൾ അവരുടെ യാത്ര തുടരുന്നു. ഗുളികോദയമാവട്ടെ കർക്കിടകൻ രാശിയിലും ഉദയം വരുന്നത് മീനം രാശിയിലുമാണ്. ഇനി നമുക്ക് 27 നക്ഷത്രക്കാർക്കും ഈ തിങ്കളാഴ്ച, അതായത് 17/3/2025 എന്തൊക്കെ ഗുണഫലങ്ങൾ നൽകും എന്ന് നമുക്ക് പരിശോധിക്കാം. തിങ്കളാഴ്ച ആയതുകൊണ്ട് എല്ലാ നക്ഷത്രക്കാരും ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതും വെളുത്ത നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതും വളരെ ഗുണഫലങ്ങൾ നൽകും. സോമവാര വ്രതം, വിവാഹമാവാത്തവർ സോമവാര വ്രതം എടുക്കുന്നതിനും പറ്റിയ ദിവസമാണ്. ഭദ്രയെ കൂടി പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും. ശിവപാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പിൻവിളക്കിൽ എണ്ണയൊക്കെ കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ശിവപാർവതിമാരുടെ അനുഗ്രഹം ഉണ്ടാവുകയും ഉമാമഹേശ്വര പൂജയുടെ ഫലവുമൊക്കെ കിട്ടും. ഉമയെയും മഹേശ്വരനെയും തൊഴുത് സ്വയംവരാർച്ചനയൊക്കെ കഴിക്കുമ്പോൾ മംഗല്യമാവാത്തവർക്ക് അതിനുള്ള യോഗവും വന്നു ചേരും. അതുപോലെ പ്രണയ സാഫല്യം ഉണ്ടാകുന്നതിനും സ്ത്രീകൾക്ക്, വിവാഹിതർക്ക് അവരുടെ മാംഗല്യം ദീർഘകാലം നെടുമാംഗല്യം നിലനിർത്തി കിട്ടുന്നതിനും തിങ്കളാഴ്ച വ്രതമെടുക്കുന്നതും ശിവഭഗവാനെയും പാർവതി ദേവിയൊക്കെ പ്രാർത്ഥിക്കുന്നത് ഗുണഫലങ്ങൾ നൽകുന്നതാണ്. മേടം രാശിക്കാർക്ക് ഈ തിങ്കളാഴ്ച എന്തൊക്കെ ഗുണഫലങ്ങൾ ഉണ്ടാകും? ആരോഗ്യസ്ഥിതി അപ്രതീക്ഷിതമായി വഷളാകും. പണച്ചിലവുകൾ വർദ്ധിക്കും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. സാമ്പത്തിക സ്ഥിതി അല്പം മെച്ചപ്പെടും. ആത്മസുഹൃത്തുക്കളിൽ നിന്നും സഹായം ലഭിക്കും. സർക്കാർ ആനുകൂല്യങ്ങൾ വേഗത്തിൽ ലഭിക്കും. തൊഴിൽ രംഗത്ത് അപവാദങ്ങൾക്കിടയുണ്ട്. തൊഴിൽ തടസ്സം അനുഭവപ്പെടും.
ബിസിനസ്സിൽ ലാഭം ഉണ്ടാകും. ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ ലഭിക്കും. ഏത് കർമ്മരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വിജയസാധ്യത കാണുന്നു. അപകട ദുരിതങ്ങളിൽ നിന്നും ഈശ്വരാധീനത്താൽ രക്ഷപ്പെടും. രാശിനാഥനായ സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിക്കുന്നത് മൂലം ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ദുർഗാദേവിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ തിങ്കളാഴ്ച ദിവസമായ ഇന്ന് എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവ യോഗ്യമായി തീരും. ഇടവം രാശി. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരിക്കുന്ന സാധനങ്ങൾ തിരികെ ലഭിക്കും. യുവതീ യുവാക്കൾക്ക് പ്രേമത്തിൽ അകപ്പെട്ട് കൂടുതൽ വിഷമതകൾ അനുഭവിക്കും. പ്രണയ നൈരാശ്യവും അതുപോലെ തന്നെ ദമ്പതികൾക്ക് തമ്മിൽ അഭിപ്രായ വ്യത്യാസവും വർദ്ധിക്കുന്ന ദിവസമാണ്. ഉമാമഹേശ്വര പൂജയിൽ പങ്കെടുക്കുന്നത്, അതുപോലെ തന്നെ ശിവപാർവതിക്ക് എണ്ണ വാങ്ങിച്ചു കൊടുത്ത് ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത്, സ്വയംവര മന്ത്ര അർച്ചന ചെയ്യുന്നതൊക്കെ ഗുണഫലങ്ങൾ വർദ്ധിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് നിയമനത്തിനുള്ള ഉത്തരവുകൾ ലഭിക്കും. സർക്കാർ ജീവനക്കാർക്ക് കുറച്ച് അനുകൂലമായ സാഹചര്യം വന്നു ചേരും. എന്തെങ്കിലും മുടങ്ങിക്കിടക്കുന്ന പ്രമോഷൻ സാധ്യതകളൊക്കെ തെളിഞ്ഞു വരുന്നതിനുള്ള സാധ്യത കാണുന്നു. യാത്രാവേളയിൽ സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. തൊഴിലിൽ അല്പം മാന്ദ്യം അനുഭവപ്പെടുമെങ്കിലും വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കൃഷി രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഗുണം പ്രതീക്ഷിക്കാം. കലാ സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ്. കർമ്മസംബന്ധമായി കൂടുതൽ യാത്രകൾ ചെയ്യേണ്ടതായും വന്നേക്കാം. പൊതുവെ പറഞ്ഞാൽ ദുർഗാദേവിയെയും മഹാലക്ഷ്മിയെയും പ്രാർത്ഥിക്കുകയും ശിവപാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യുന്നതോടെ ഈ ദിവസം കൂടുതൽ ശോഭനമായി തീരും. മിഥുനം രാശി. മിഥുനം രാശിയുടെ ആരോഗ്യസ്ഥിതി അല്പം മോശമായി തീരും. ശാരീരികമായ അലട്ടലുകൾക്ക് പുറകെ മാനസിക ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടതായി വരും. ധനാഗമ മാർഗങ്ങൾ വർദ്ധിക്കും. സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നു. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങളിൽ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കും. സന്താനങ്ങൾ മൂലം എന്തെങ്കിലും സൽപ്പേര് കേൾക്കുവാൻ ഇടയുണ്ട്. സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നതിനോ അത് വിൽക്കുന്നതിനോ ഉള്ള യോഗം കാണുന്നു. മാറ്റി വാങ്ങുന്നതിനുള്ള യോഗമാണ് കൂടുതലായും കാണുന്നത്. മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ പുനരാരംഭിക്കുന്നതിനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നു. രോഗങ്ങൾക്കല്പം ആശ്വാസം വരും. ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവം ക്രമേണ കുറഞ്ഞു കിട്ടും. വിവാഹാലോചനകൾക്ക് അനുകൂലമായ സമയമാണ്. പ്രണയിക്കുന്നവർക്കും ദമ്പതികൾക്കും അനുകൂലമായ ദിവസമാണ്. ശിവഭഗവാനെയും പാർവതീദേവിയെയും പ്രാർത്ഥിക്കുന്നതോടൊപ്പം ദുർഗാദേവിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ ദിവസം കൂടുതൽ മംഗളകരമായി തീരും. കർക്കിടകൻ രാശി. കർക്കിടകൻ രാശിക്കാർക്ക് അവരുടെ രാശിനാഥനായ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ജീവിതത്തിൽ മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും, നടക്കില്ല എന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും നടക്കുന്ന ഒരു സാഹചര്യം തെളിഞ്ഞു വരും. സാമ്പത്തിക സ്ഥിതി മെച്ചമായി തുടങ്ങും. സുഹൃത്തുക്കളുമായി അഭിപ്രായ വ്യത്യാസം വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പുറമേ നിന്നുള്ള സഹായങ്ങൾ പലതും ലഭിക്കും. സന്തോഷാനുഭവങ്ങൾക്ക് ഇടയ്ക്കിടെ അല്പം തടസ്സം വരുമെങ്കിലും സന്തോഷം നിലനിർത്തി കൊണ്ടുപോകുവാൻ ശ്രമിക്കേണ്ടതാണ്. കടബാധ്യതകൾ തീർക്കുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും. യാത്രാവേളകളിൽ അല്പം സന്തോഷം വന്നു ചേരുന്നതാണ്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിനും ക്ഷേത്ര ദർശനത്തിനുമുള്ള യോഗം കാണുന്നു. ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുകയും ദുർഗാദേവിക്ക് ദീപം തെളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ എല്ലാം ശുഭമായി തീരുന്നതാണ്. ചിങ്ങക്കൂർ. ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം സന്താനങ്ങൾ മൂലം എന്തെങ്കിലും പൊതുജന മധ്യത്തിൽ പേരും പ്രശസ്തിയും വന്നു ചേരുവാനുള്ള യോഗം കാണുന്നു.
കുട്ടികൾക്ക് എന്തെങ്കിലും അംഗീകാരമോ പ്രോത്സാഹനമോ ലഭിക്കും. അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അവരുടെ കർമ്മരംഗം തെളിയിക്കുന്നതിന്, സാന്നിധ്യം തെളിയിക്കുന്നതിനുള്ള സാധ്യത വന്നു ചേരും. ദമ്പതികളുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, അതുപോലെ തന്നെ പ്രണയിക്കുന്നവർക്ക് തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർക്കുന്നതിനുള്ള ഒരു അവസരം വന്നു ചേരും. അപകട ദുരിതങ്ങളിൽ നിന്നും അത്ഭുതാവഹമായി രക്ഷപ്പെടും. ബിസിനസ്സിൽ സാമ്പത്തിക നേട്ടമുണ്ടാവും. സ്വയംകൃതമായ അവസ്ഥകളാൽ വിഷമിക്കേണ്ട സാഹചര്യം വന്നു ചേരും. എന്നാലും എപ്പോഴും സൂര്യഭഗവാന്റെ ഒരു അനുഗ്രഹവും ദുർഗാദേവിയുടെ അനുഗ്രഹവും ഉള്ളത് കൊണ്ട് കാര്യങ്ങൾ ഏകദേശം ഭംഗിയായി നടക്കും. കൃഷി, അതുപോലെ തന്നെ ചെറുകിട വ്യവസായങ്ങൾ, ഇവയിൽ നിന്നെല്ലാം ഉദ്ദേശിക്കുന്ന രീതിയിൽ പണം വന്നു ചേരും. ബിസിനസ്സിൽ പുതിയ പുതിയ തന്ത്രങ്ങൾ പരീക്ഷിക്കുന്നതിനുള്ള അവസരവും കൂടി വന്നു ചേരുന്നതാണ്. രാശിനാഥനായ സൂര്യഭഗവാനെയും ദുർഗാദേവിയെയും പ്രാർത്ഥിക്കുക. എല്ലാം മംഗളമായി ഭവിക്കും. കന്നിരാശി. ആരോഗ്യസ്ഥിതി മോശമായി തുടരും. ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ വരും. എന്നാൽ നിക്ഷേപതുല്യമായ ധനാനുഭവം ഉണ്ടാവും. സാമ്പത്തിക നില അല്പം മെച്ചപ്പെടുന്ന സമയമാണ്. ലോട്ടറി പോലെയുള്ള എന്തെങ്കിലും ഭാഗ്യങ്ങൾ വന്നു ചേരും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും വന്നു ചേരും. വിനോദയാത്രയ്ക്കുള്ള അവസരം വന്നു ചേരും. വീട് വിട്ടു നിൽക്കേണ്ടതായ ഒരു സാഹചര്യവും വരാം. പുതിയ വാഹനം മാറ്റി വാങ്ങുന്നതിനുള്ള സാഹചര്യവും വന്നു ചേരും. ബിസിനസ്സിൽ അല്പം ധനം വന്നു ചേരുന്നതാണ്. നഷ്ടപ്പെട്ടു പോയ സാധനങ്ങൾ അല്ലെങ്കിലോ പേരോ തിരിച്ച് കിട്ടുന്നതിനുള്ള സാധ്യത വരും. ഉദ്യോഗാർത്ഥികൾ, നിയമന ഉത്തരവ് പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യം പ്രതീക്ഷിക്കാം. സർക്കാർ ജീവനക്കാർക്ക് സർക്കാരിൽ നിന്ന് വിപരീത ഉത്തരവുകളൊന്നും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. രാശിനാഥനായ മൂകാംബികാദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഗണപതി ഭഗവാനെ കൂടി പ്രാർത്ഥിച്ച് എല്ലാ തടസ്സങ്ങളും ഒഴിവാക്കുക. തുലാരാശി. തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക സ്ഥിതി തൃപ്തികരമായിരിക്കും. നിക്ഷേപതുല്യമായ ധനം വന്നു ചേരും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. പണമിടപാട് രംഗത്ത് സാമ്പത്തിക അഭിവൃദ്ധി പ്രതീക്ഷിക്കാം. സ്വകാര്യ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് അത്ഭുതകരമായ അഭിവൃദ്ധി വന്നു ചേരും. ഔദ്യോഗിക രംഗത്ത് സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം. എന്നാൽ വാഹന സംബന്ധമായി പണച്ചിലവുകൾ വരികയോ എന്തെങ്കിലും വീഴ്ചയോ ക്ഷതമയോ വരാനുള്ള സാധ്യത കാണുന്നു. രാശിനാഥിയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ശാസ്താവിന് നീരാഞ്ജനം തെളിക്കുന്നതും ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നത് മൂലം എല്ലാ വിധത്തിലുള്ള ദോഷങ്ങളും മാറി ദിവസം കൂടുതൽ സന്തോഷം നിറഞ്ഞതായി തീരും. വൃശ്ചിക രാശി. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിദേശ യാത്ര ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള നിയമന ഉത്തരവുകളോ അല്ലെങ്കിൽ അനുകൂലമായ വാർത്തകളോ കേൾക്കുവാനിടയാകും. വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനുള്ള പഠനത്തിൽ പുതിയ പുതിയ രീതികൾ ശീലിക്കുവാനുള്ള അവസരം വന്നു ചേരും. പഠനം കൂടുതൽ എളുപ്പമാക്കുവാനുള്ള തന്ത്രങ്ങൾ പരിശോധിക്കും. ഗ്രൂപ്പ് സ്റ്റഡിയൊക്കെ വിജയിപ്പിക്കുവാനുള്ള മാർഗം ഞങ്ങൾ ആലോചിക്കും. അതുപോലെ തന്നെ കൂട്ട് ബിസിനസ്സുകാർക്ക് അല്പം ധനലാഭം വന്നു ചേരുന്നതാണ്. കൃഷിയിൽ നിന്നും ചെറിയ തോതിലുള്ള ലാഭം പ്രതീക്ഷിക്കാം. സർക്കാരിൽ നിന്നും കിട്ടാനുള്ള ആനുകൂല്യങ്ങൾക്ക് അല്പം കാലതാമസം വരാം. അർദ്ധ സർക്കാർ ജീവനക്കാർക്കും അതുപോലെ തന്നെ മറ്റ് ചെറുകിട വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, അതുപോലെ ഈ കരാർ തൊഴിലാളികൾക്കൊക്കെ അവരുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ചെറിയ ചെറിയ ധന ആഗമ മാർഗങ്ങൾ വന്നു ചേരും. വിദേശയാത്രയ്ക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിനുള്ള പേപ്പർ വർക്കുകൾ നടത്താൻ പറ്റുന്ന ദിവസമാണ്. എല്ലാവർക്കും അനുകൂലമായ ഒരു സാഹചര്യം വന്നു ചേരുന്നതിന് രാശിനാഥയായ ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ശിവപാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പിൻവിളക്കിൽ എണ്ണ കൊടുക്കുന്നതും ശിവങ്കൽ ജലധാര കഴിക്കുന്നതും കുടുംബ സംബന്ധമായ എല്ലാവിധത്തിലുള്ള ദോഷങ്ങളും മാറിക്കിട്ടുന്നതിന് സഹായകമാകും.
കുടുംബ പരദേവതയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി തീരുന്നതാണ്. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ധനുരാശിക്കാർക്ക് കുറച്ച് സന്തോഷം വരുന്ന ദിവസമാണ്. കാരണം കുറേ കാലമായി ആഗ്രഹിച്ചിരുന്ന ജോലി ലഭിക്കുവാനുള്ള നിയമന ഉത്തരവ് ലഭിക്കും. അതുപോലെ തന്നെ കോടതിയുടെ പരിഗണനയിലിരുന്ന കേസുകൾക്ക് അനുകൂല വിധി വരാനുള്ള സാഹചര്യവുമുണ്ട്. വാസസ്ഥാനം വിട്ട് താമസിക്കേണ്ടതായി വരുമെങ്കിലും സന്താനങ്ങൾക്ക് ഗുണമുണ്ടാകും. തീർത്ഥാടനത്തിനുള്ള അവസരം വന്നു ചേരും. വിദേശയാത്ര പരിശ്രമങ്ങളെല്ലാം സഫലീകരിക്കും. തൊഴിൽ രംഗത്ത് ധനലാഭം പ്രതീക്ഷിക്കാം. സർക്കാർ ജീവനക്കാർക്ക് സ്ഥാനക്കയറ്റം വന്നു ചേരും. രാഷ്ട്രീയ രംഗത്ത് ഉള്ളവർക്ക് പൊതുജന പിന്തുണ വർദ്ധിക്കും. കൃഷിയിൽ നിന്നും അതുപോലെ തന്നെ മത്സ്യകൃഷിയൊക്കെ വിജയത്തിൽ വന്നു ചേരുന്നതാണ്. പൊതുവെ അനുകൂലമായൊരു സാഹചര്യമുള്ള ദിവസമാണ്. അതുകൊണ്ട് ദുർഗാദേവിയെയും മഹാവിഷ്ണുവിനെയും പ്രാർത്ഥിക്കുന്നത് എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തി കിട്ടും. മകരം രാശി. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കടബാധ്യതകൾ കുറയുന്ന ദിവസമാണ്. ആരോഗ്യസ്ഥിതി വളരെ മെച്ചപ്പെടും. വളർത്തുമൃഗങ്ങളിൽ നിന്നും അല്പം വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം. ആത്മീയ കാര്യങ്ങൾക്കായി കൂടുതൽ പണം ചിലവഴിക്കും. അപ്രതീക്ഷിതമായി സുഹൃത്ത് ബന്ധങ്ങൾ വന്നു ചേരും. പുതിയ വാഹനം വാങ്ങിക്കുവാനുള്ള യോഗം കാണുന്നു. ഗ്രഹനിർമ്മാണ പ്രവർത്തനങ്ങളിലും ഏർപ്പെടും. സന്താന ഗുണം വർദ്ധിക്കും. മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ പുനരാരംഭിക്കുന്നതിനുള്ള യോഗവും കാണുന്നു. പുതിയ ബിസിനസ് ആരംഭിക്കുന്നതിനുള്ള ഒരു രൂപരേഖ തയ്യാറാക്കും. അതിൽ ഒരു പരിധിവരെ വിജയം കണ്ടെത്തുക തന്നെ ചെയ്യും. കരാർ തൊഴിലാളികൾക്ക് അവരുടെ വേതന വ്യവസ്ഥയിൽ ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. പൊതുവെ ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നത് മൂലവും ദുർഗാദേവിക്ക് ദീപം തെളിക്കുന്നത് മൂലവും ദിവസം കൂടുതൽ ശോഭനമായി തീരും. കുംഭം രാശി. സാമ്പത്തിക സ്ഥിതി പൊതുവിൽ മെച്ചമായിരിക്കും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ലഭിക്കും. ക്രയവിക്രയ രംഗത്ത് ഷെയർ മാർക്കറ്റിലേക്ക് അല്പം ലാഭം പ്രതീക്ഷിക്കാം. പൊതുജന മധ്യത്തിൽ ശോഭിക്കാനുള്ള സാഹചര്യം വന്നു ചേരും. ബന്ധുജനങ്ങളുമായി അഭിപ്രായ ഐക്യമുണ്ടാകും. സന്താനങ്ങൾക്ക് വിവാഹാലോചനകൾ വരാം. മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങൾക്കും തീർപ്പുണ്ടാകും. കാര്യതടസ്സമെല്ലാം മാറി യാത്രകൾ പലതും ഗുണഭാഗത്തേക്ക് എത്താം. തൊഴിൽ രംഗം പുഷ്ടിപ്പെടും. വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമായ ഒരു സാഹചര്യം വന്നു ചേരും. രാശിനാഥനായ ഹനുമാൻ സ്വാമിയെയും ധർമ്മശാസ്താവിനെയും സുബ്രഹ്മണ്യ സ്വാമിയെയും വിഷ്ണുമായ സ്വാമിയും ഒക്കെ പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ശിവപാർവതി ക്ഷേത്രത്തിൽ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി കോടിയർച്ചനയിലൊക്കെ പങ്കുചേരുന്നത് കൂടുതൽ ഗുണഫലങ്ങൾ നൽകും. മീനം രാശി. ഗ്രഹനിർമ്മാണ പ്രവർത്തനങ്ങളിൽ അല്പം തടസ്സം വന്നേക്കാം. ഉദരവ്യാധികളാൽ ശരീരത്തിന് അല്പം ബുദ്ധിമുട്ടുകൾ വരാം. സന്താനങ്ങൾ മൂലം മനസ്വസ്ഥത കുറയും. വിവാഹാലോചനകൾക്ക് തടസ്സം നേരിടും. പൊതുജനങ്ങളുമായി കലഹിക്കേണ്ട സാഹചര്യം വരും. യാത്രാവേളകളിൽ അല്പം സന്തോഷം ലഭിക്കുന്നതാണ്. കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾക്ക് അനുകൂല വിധി വരും. തീർത്ഥാടനത്തിന് അവസരം സംജാതമാകും. ബിസിനസ്സിൽ സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും അനുകൂലമായ ദിവസമാണ് ഇന്ന്. ഈ ദിവസം എല്ലാവർക്കും 17/3/2025 എല്ലാവർക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ. ദുർഗാദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.